എന്റെ ഡാൻസിന് എന്ത് കുഴപ്പമുണ്ടായിനി? എന്റെ കുപ്പായത്തിന് എന്ത് കുഴപ്പമുണ്ടായിനി? എന്റെ ചിരി എന്തേ പാങ്ങില്ലേ? അല്ല നല്ലതാ. ഓ ആ ഷൈനിയുടെ സാരി എന്ത് പാങ്ങ്, ആ ഹണിയുടെ ചിരി എന്ത് പാങ്ങ്. അത്ര ആളാടി ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ എന്നെ കണ്ണി പിടിക്കൂലേ? നിങ്ങൾ പെണ്ണുങ്ങളെ കാണുമ്പോൾ ആ തുളപ്പുണ്ടല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേക്കണ്ട, എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ ഇനിയിപ്പോ എന്റെ ഭാഷനെ പറഞ്ഞാൽ മതി. സ്നേഹിക്കുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നല്ലോ. നിങ്ങൾ കൂടിയുള്ള റീൽസിനെ ഡിലീറ്റ് ആക്കട്ടെ. നിങ്ങളുടെ തലവട്ട കൊണ്ടുണ്ടല്ലോ റീൽസിനൊന്നും റീച്ച് ഇടൂല. യോ ബിൻസി അങ്ങനെ ചെയ്യലടി. എടി നീ ഇങ്ങനെ സൈക്കോ ആവലടി. ബിൻസി അന്നും ഇന്നും എല്ലാം ഒറ്റയ്ക്കാണ് നേടിയത്, ഇനിയും അങ്ങനെ തന്നെയാ. നിങ്ങളോട് വന്നേ, എനിക്ക് കുറച്ചുകൂടി സംസാരിക്കാനുണ്ട്. ആ ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തെ. എടി നമ്മുടെ ജോസഫ് ഡിലേനിയില്ലേ, ആ റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയൊക്കെ ഉള്ളത് പുള്ളിക്കാരൻ പറഞ്ഞതാ. നമ്മുടെ നിതിൻ്റെ വീടിൻ്റെ അടുത്ത് സെമിട്രിയുടെ അടുത്തൊരു വീടില്ലേ, ആ വീട്ടിൽ രാത്രിയായി കഴിയുമ്പോൾ നല്ല ഇരുട്ടുള്ളപ്പോൾ ആരെങ്കിലൊക്കെ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാ. ആരുമില്ലാത്ത വീട്ടില് പാത്രങ്ങൾ എടുത്തെറിയുന്ന ശബ്ദങ്ങൾ കേൾക്കാ. ഓ പിന്നെ അതും അയർലൻഡില് കേട്ടിട്ട് തന്നെ ചിരിയാ വരുന്നത്. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലേ. നിങ്ങളോട് പോവാ? എടി ഞാൻ ഫോണൊന്നും എടുത്തോട്ടെ. ഓ ഹലോ. എടാ പ്രോഗ്രാം കഴിയുമ്പോഴല്ലേ നീ എത്തൂ? എന്താടാ? ഇന്ന് അരുണിന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ, നീ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടോ? ഞാനിവിടെ പോസ്റ്റാ. ഓ അതിന്നായിരുന്നല്ലേ, ഞാൻ കരുതിയത് നാളെ ആയിരിക്കും. ആകെ പെട്ടല്ലോടാ. ഞാനാണെ അവളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുകയും ചെയ്തു. നീ എന്നതായി പറയുന്നേ? എടാ നിനക്കറിയാലോ, അവൾക്ക് ഒന്നാമതേ ഒടുക്കത്തെ പേടിയാ. ഈ രാത്രിയില് അവൾ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എങ്ങനെയാടാ വരണേ? നീ ആരെയും വിളിച്ച് കൂട്ടിരുത്ത്. ആ പിന്നെ എന്റെ ഭാര്യനെ ചോദിക്കണ്ട, അതിനേക്കാളും ഭേദവാ എന്റെ സൈക്കോ ബിൻസി. ആരായിരുന്നു ഫോണില്? എവിടെ പോന്നറിയാ? അതെ, നമ്മുടെ അരുണിന്റെ ബർത്ത്ഡേ പാർട്ടി ഇന്നായിരുന്നു. ഞാനാണിത് മറന്നും പോയി. ഒരു പാർട്ടിക്ക് ഇടുന്ന ആരും പോകുന്നില്ല, നിങ്ങൾക്കറിയാലോ. ഞങ്ങൾ ഒറ്റ കുക്കൂല. നീ ഒന്നുകിൽ മലയാളം പറയാ. എടി ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാ. എനിക്ക് ദേഷ്യം വന്ന കാസർഗോഡ് പക്ഷെ പറയാൻ കഴിയൂ. ഞാൻ ആരെങ്കിലും ഇവിടെ കൂട്ടിരുത്തിയാ പോരെ? ഈ പാതിരാത്രിക്ക് ഞാൻ ഇനിയിപ്പോ ആരെ കണ്ടുപിടിക്കും? ഇവളുടെ സ്വഭാവത്തിന് ആരെ വിളിച്ച് കൂട്ടിരുത്തും? ഹലോ, ആളെ കിട്ടി. സ്റ്റെഫി. Steffi, hey, what a surprise! Hi Seban, how are you? Hey, ഇതെപ്പറ്റി? ഒരു മാസായി. ആണോ? അപ്പൊ ഫാമിലി ഒക്കെ? ഹസ്ബൻഡ് നാട്ടില. ഇവിടെ എവിടെ താമസിക്കുന്നേ? ഹെവൻസ് പാരഡൈസ്. ആണോ? ആ. ഞാൻ അതിനടുത്തല്ലേ താമസിക്കുന്നേ. തന്റെ നമ്പർ ഒന്ന് തന്നെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. 9902348090. ഞാൻ വിളിക്കും. ആ കുഴപ്പമില്ല. ഞാൻ കുറച്ച് ബിസി ആയിട്ടോ, പിന്നെ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ. എടാ നിന്റെ എക്സ് അല്ലേ? എടാ മണ്ട, ലോകത്താരിലും സ്വന്തം ഭാര്യയ്ക്ക് കൂട്ടിരിക്കാൻ എക്സിനെ വിളിക്കുവോ? അതിനവര് തമ്മിൽ അറിഞ്ഞാലല്ലേ സ്റ്റെഫിയുടെ അടുത്ത് ബിൻസിന് അറിയണ്ടെന്ന് ഞാൻ പറയും. നാശത്തിലേക്കാ നിന്റെ പോക്ക്. വശം. എടുക്കണില്ലല്ലോ. ഇനിയിപ്പോ വീട്ടിൽ പോയി നോക്കാം. ആരാണേലും കുഴപ്പമില്ല. ദേ പിന്നെ ഞാൻ വിളിച്ചാൽ നേരെ ഫോൺ എടുക്കണം, കൊട്ടാക്കരുത്. ഓ ആയിപ്പാ.
എടോ സ്റ്റെഫി, താനിത് എവിടെയായിരുന്നു? ഞാൻ എത്ര വട്ടമായിട്ട് വിളിക്കാമെന്നറിയാമോ? അതെ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എൻ്റെ ഭാര്യയ്ക്കൊന്ന് കൂട്ടിയിരിക്കണം. ഒന്ന് വണ്ടി കയറാമോ? ബാക്കി ഞാൻ പിന്നെ പറയാം. ഇവളുടെ ഒരു കാര്യം. ഹലോ, നിങ്ങൾ എവിടെയോ? ആ എടി ഞാൻ വന്നോണ്ടിരിക്കുക. എത്താറായി. ഫോൺ കട്ടാക്കരുത്. എടി കട്ട് ചെയ്യുന്നില്ലെന്നേ. എന്താന്ന്? കോള് കട്ട് ചെയ്യുന്നില്ലെന്നേ. ഒന്ന് വേഗം വരുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഇവിടെ ഒറ്റക്കാന്നറിയാലോ. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. കട്ടാക്കി കൂടാ. ഞാൻ കോളൊന്നും കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യുന്നില്ലെന്നേ. ആ ആ ആ ഇപ്പൊ എത്തും. ഓ എത്തിയാ, ഞാൻ വരുന്നേ. ആ സ്റ്റെഫി, താൻ ഉള്ളിലേക്ക് കയറിക്കോ. ബെല്ലടിച്ചാൽ മതി, ബെഞ്ച് വാല് തുറന്നു തരും. ഹലോ അളിയ, എടാ എല്ലാം സെറ്റാണ്. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. നിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കണം. എടാ നീ ഗിഫ്റ്റ് എടുത്തോ? അയ്യോ ഗിഫ്റ്റ്, എടാ ഞാനത് മറന്നുപോയി. ഞാനത് വീട്ടിലിരിക്കാം, ഞാൻ പോയി എടുത്തിട്ട് വരാം. നീ ഒന്നുകൂടി ഇത് വെയിറ്റ് ചെയ്യണേ. എൻ്റെ ഒരു കാര്യം. ആ സ്റ്റെഫി, ഞാൻ ദേ പുറത്തുണ്ട്. പുറത്തോ?